ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപനെ കാണാനെത്തുന്ന മാർക്കോ വീണ്ടും അയാളുടെ വാരിയിൽ ചവിട്ടിയൊടുക്കുകയും ഇനി മഹാലക്ഷ്മിക്കെതിരെ എന്തെങ്കിലും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നിൻ്റെ മോള് പെണ്ണാണെന്ന് നോക്കില്ല, അവളുടെ ദേഹത്ത് നിന്ന് ചോര പൊടിയുമെന്ന് ശക്തമായിട്ടുള്ള താക്കീത് തന്നെ പ്രതാപന് നൽകുന്നുണ്ട് മാർക്കോ. പിന്നീട് കണ്ണൻ മാർക്കോയോട് നീ ആരെയെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്നും നിനക്ക് കുടുംബമായിട്ട് കഴിഞ്ഞുകൂടെ എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി മാർക്കോ നൽകുന്നില്ല. ശേഷം അമ്മയെ കാണാനെത്തുന്ന മാർക്കോ ഭാഗ്യത്തിനാണ് മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ജനിക്കുന്നതിന് മുൻപും അതിനുശേഷവും ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ ഒരുപാട് കഴിവുകളുള്ള ഒരു കുഞ്ഞിനാണ് മഹാലക്ഷ്മി ജന്മം നൽകാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ. തുടർന്ന് ആ പ്രതാപന് നല്ല ശിക്ഷ കൊടുക്കേണ്ട കാലം അതിക്രമിച്ചു എന്ന് മാർക്കോ പറയുമ്പോൾ അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അയാൾ നിലവിളിക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട് അമ്മ മാർക്കോയോട്. പിന്നീട് അർദ്ധരാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പ്രതാപൻ മുറി നിറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ശേഷം തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു രൂപത്തെ കണ്ട ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. കണ്ണൻ്റെ അച്ഛൻ വിശ്വനാഥനെ കണ്ടാണ് പ്രതാപൻ ഭയക്കുന്നത്. തുടർന്ന് അയാൾ അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കരുണ ദുർഗയോടായിട്ട് പറയുന്നുണ്ട് അവളുടെ കുഞ്ഞിനെ നമുക്ക് കളയാൻ പറ്റിയില്ലെങ്കിലും അവളുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. അതുപോലൊരു തിരിച്ചടിയല്ലേ അമ്മേ അവൾ നമുക്ക് തന്നത്. അതിന് പകരം എത്രയും വേഗം നമ്മൾ എന്തെങ്കിലും പകരം വീട്ടണം. മനസ്സമാധാനത്തോടെ അവൾ ആ കുഞ്ഞിന് ജന്മം നൽകരുത്. അമ്മയ്ക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഇല്ലാതായാൽ ജനിക്കുന്ന കുഞ്ഞിനും എന്തെങ്കിലുമൊക്കെ പോരായ്മ കാണും. അതുകൊണ്ട് അവളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട് കരുണ. ദുർഗയ്ക്കും അത് കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതേ സമയം ഉണ്ണിയാണെങ്കിൽ തൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അവളുടെ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നും വരില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ആ ദുഷ്ടനായ ലോറി ഡ്രൈവർ അയാൾ ആരായിരിക്കും? അയാളെ എങ്ങാനും കയ്യിൽ കിട്ടിയാൽ വെറുതെ വിടില്ല ഞാൻ. അയാളാണ് എന്നെ ഒന്നിനും ഇല്ലാത്തവനാക്കി മാറ്റിയത് എന്നെല്ലാം സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം കരുണ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ച് കൂട്ടുന്നത്, വെറുതെ അതും ഇതും ആലോചിച്ചിരിക്കാതെ മഹാലക്ഷ്മി ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും വഴി ആലോചിക്കുക. ഇനിയും അച്ഛനെ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. ഉണ്ണിയേട്ടനെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിക്കുക. എന്നെല്ലാം കരുണ പറയുമ്പോൾ അതല്ല കരുണേ, ഞാൻ ഇത്ര നേരം ആലോചിച്ചിരുന്നത് മുഴുവൻ എൻ്റെ അച്ഛനെക്കുറിച്ചാണ്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്വത്തുക്കളെല്ലാം കൂടി അയാളിങ്ങനെ ഒറ്റയ്ക്ക് വിഴുങ്ങില്ലായിരുന്നു. അച്ഛൻ പോയ ബുള്ളറ്റിലേക്കാണ് ഏതോ ഒരു ദ്രോഹി ലോറി കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി കളഞ്ഞു. അയാൾ ആരായിരിക്കും? ഈ ജന്മം അയാൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. അതിനുള്ള ശിക്ഷ അനുഭവിച്ചിട്ട് അയാൾ ഈ ഭൂമിയിൽ നിന്ന് പോകൂ എന്നെല്ലാം ഉണ്ണി ഇങ്ങനെ ശപിക്കുന്നത് കേട്ട് പ്രതാപന് തൻ്റെ അച്ഛനാണല്ലോ അതെന്നോർത്ത് നെഞ്ചു പിടിക്കുന്നുണ്ട് കേട്ടോ കരുണയുടെ. തുടർന്ന് എൻ്റെ അച്ഛനെയാണല്ലോ ഇവനിങ്ങനെ പ്രാകുന്നത്. അന്ന് ഇവൻ്റെ അച്ഛന് പകരം അങ്ങേരെ തീർക്കാമായിരുന്നില്ലേ? എങ്കിൽ പിന്നെ ഇങ്ങനെ നാണം കെട്ട് ജീവിക്കേണ്ട അവസ്ഥ വല്ലതും ഉണ്ടാകുമായിരുന്നോ എന്നെല്ലാം കരുണ സ്വയം മനസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ മുറ്റത്ത് ബോധമില്ലാതെ കിടക്കുന്ന പ്രതാപനെ ജയപാലനും തോമസ് വൈദ്യനും ചേർന്ന് മുറിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പ്രതാപനെ അബോധാവസ്ഥയിൽ കൊണ്ടുവരുന്നത് കാണുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇവന് എന്ത് പറ്റിയെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. തുടർന്ന് മുഖത്തെ വെള്ളം തളിക്കുന്നത് കൂടെ അയാൾക്ക് ബോധം വരുന്നുണ്ട്. പക്ഷേ അയാളെ പേടിച്ച് വെറിച്ചുകൊണ്ടാണ് കേട്ടോ കണ്ണ് തുറക്കുന്നത്. തലേ ദിവസത്തെ ആ ഒരു കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് പ്രതാപൻ. തുടർന്ന് താൻ എങ്ങനെയാണ് മുറ്റത്തെത്തിയെന്ന് തോമസ് ഡോക്ടർ ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കുന്ന എന്നെ ആരോ പുറത്തേക്ക് വിളിക്കുന്നത് പോലെ തോന്നി. കുറച്ചു ദൂരം ചെന്നപ്പോൾ മുന്നിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നി. അങ്ങനെയാണ് ബോധം കെട്ട് വീണത് എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഒരു പക്ഷേ അത് ഗതി കിട്ടാതെ അലയുന്ന ഏതെങ്കിലും ആത്മാവായിരിക്കും. താൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിലാണ് ആത്മാക്കൾ പിന്നാലെ നടക്കുന്നത് എന്നെല്ലാം തോമസ് വൈദ്യൻ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ പ്രതാപൻ. അതായത് താൻ കണ്ടത് കണ്ണൻ്റെ അച്ഛൻ വിശ്വനാഥിനെയാണല്ലോ. അപ്പോൾ അയാളുടെ ആത്മാവിന് ഇതുവരെ മോക്ഷം കിട്ടിയിട്ടില്ല. ഗതി കിട്ടാതെ അലയുകയാണ് തൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി എന്നാലോചിച്ച് വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ പ്രതാപന്. ശേഷം നീ ആരെയാ കണ്ടത് പ്രതാപ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കണ്ണൻ്റെ അച്ഛനെ എന്ന് പ്രതാപൻ പറയുന്നത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് മുത്തശ്ശി. തുടർന്ന് കണ്ണൻ്റെ അച്ഛൻ്റെ ജന്മമാസമല്ലേ ഇത്, അതായിരിക്കും അയാൾ ഗതി കിട്ടാതെ അലയുന്നത്. അയാളുടെ ജീവനെടുത്തത് നീയാണല്ലോ പ്രതാപ. ആ ആത്മാവ് നിന്നെയും കൊണ്ടേ പോകൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞ് മുത്തശ്ശി പറയുമ്പോൾ വീണ്ടും വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ പ്രതാപന്.
അങ്ങനെ പ്രതാപനുണ്ടായതുപോലെ വിശ്വനാഥൻ്റെ ഒരാത്മാവിൻ്റെ സാന്നിധ്യം കമലേശ്വരം തറവാട്ടിലും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ദുർഗ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഇതുവരെ ഗതി കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ആത്മാവായിട്ട് അലയുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ കണ്ണനാണെങ്കിലും തൻ്റെ അച്ഛൻ്റേത് വെറും ഒരു അപകട മരണമല്ല, അതൊരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് അതിൻ്റെ പുറകിൽ എന്നുള്ളൊരു സൂചനയും ഒരു തോന്നലും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയും കണ്ണനും ഒക്കെ കൂടി സ്വന്തം അച്ഛൻ്റെ കൊലപാതകത്തിന് പുറകിൽ ആരാണ്, ആ ലോറി ഡ്രൈവറെ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചുറപ്പിക്കുന്നു. അപ്പോൾ ഇതറിയുന്ന കരുണയ്ക്കാണെങ്കിൽ ശരിക്കും പേടി പിടിക്കുന്നുണ്ട്. കാരണം അവരിതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തൻ്റെ അച്ഛൻ കുടുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതാലോചിച്ച് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല കേട്ടോ കരുണയ്ക്ക്. അപ്പോൾ ഇതിനിടയിലാണ് മാർക്കോ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം കണ്ണനോട് പറയുന്നത്. അതായത് മാർക്കോ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ പകുതി മനുഷ്യനും പകുതി ദൈവമാണ് എന്നുള്ള കാര്യം. അപ്പോൾ മാർക്കോയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, തൻ്റെ വേലുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അറിയാം. അപ്പോൾ കണ്ണൻ സാറിൻ്റെ അച്ഛൻ്റെ പുറകിൽ പ്രതാപനായിരിക്കുമോ എന്നുള്ളൊരു സൂചന മാർക്കോ കണ്ണന് കൊടുക്കുന്നുണ്ട്. കാരണം അയാൾ ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു, മാത്രമല്ല അയാൾക്കൊരു കൊലപാതകിയുടെ മനസ്സാണ് ഉള്ളത്. അതുമാത്രമല്ല വാമനും പ്രതാപനും തമ്മിൽ ഒരുപാട് കാലമായിട്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അപ്പോൾ വാമൻ പറഞ്ഞിട്ട് പ്രതാപൻ തന്നെയായിരിക്കുമോ കണ്ണൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു സംശയമൊക്കെ മാർക്കോ ഉന്നയിക്കുന്നുണ്ട്. അതോടുകൂടി കണ്ണൻ്റെ മനസ്സിലുള്ള ആ ഒരു തോന്നലും ശക്തമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ അതിൻ്റെ ആ കൊലപാതക രഹസ്യം, സ്വന്തം അച്ഛൻ്റെ കൊലപാതകത്തിന് പിന്നിലുള്ള അയാളെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്